പൈക മനസ്സ് ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചു. മാണി സി കാപ്പൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൈക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മനസ്സ് ട്രസ്റ്റ് പ്രസിഡന്റ് ജോർജ് മാത്യു പുതിയിടം അധ്യക്ഷത വഹിച്ചു. തൃശൂർ മണലൂർ പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഹോമിയോപ്പതി ഡിസ്പെൻസറിയും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ കഞ്ചാവ് വലിക്കുന്നത് ചോദ്യം ചെയ്തതിന് വീട്ടിൽ കയറി യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. ഒരുമനയൂർ സ്വദേശി സുമേഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികളായ 1-ാം പ്രതി തെക്കഞ്ചേരി സ്വദേശി ജബ്ബാർ, 3-ാം പ്രതി ഒരുമനയൂർ സ്വദേശി സനൂപ് എന്നിവരെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. തൃശൂരിലെ മുണ്ടൂരിൽ ജോണീസ് ബസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ഇടിച്ചു കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കേച്ചേരിയിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജോണീസ് ബസ് തടഞ്ഞു പ്രതിഷേധിച്ചു. സമരക്കാരെ പോലീസ് തടഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി. തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.